കഴിഞ്ഞ വട്ടം നമ്മൾ സംസാരിച്ചത് ഒരു ബ്രാൻഡിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതിന് വന്നിരിക്കുന്ന ഒരുപാട് മെസ്സേജുകളാണ് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിച്ചത്. എന്താണ് ഒരു ബ്രാൻഡ് എന്നുള്ളത്? ആക്ച്വലി പല ആളുകൾക്കും അവരുടെ കയ്യിൽ ട്രേഡ് മാർക്ക് ഉണ്ട്, ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്, ഒരു കച്ചവടം നടത്തുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതൊരു ബ്രാൻഡാണ് എന്നുള്ളൊരു തോന്നലാണ് പലർക്കും ഉള്ളത്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ബ്രാൻഡിങ് അല്ലെങ്കിൽ ബ്രാൻഡ് എന്ന് പറയുന്നതല്ല. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് ബ്രാൻഡ് എന്നുള്ളതിനെ പറ്റി ചെറുതായിട്ടൊരു വിവരണം കൊടുക്കാൻ തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫുള്ള് കാണേ. നമ്മളൊരു കച്ചവടം, ഒരു ബിസിനസ് തുടങ്ങാന്ന് വെച്ചാൽ അത് സർവീസിലാവട്ടെ, പ്രൊഡക്റ്റിലാവട്ടെ, ഏത് മേഖലയിലാവട്ടെ, ആ കച്ചവടം എന്താണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. സർവീസിലാണെങ്കിൽ ഏത് സർവീസിലെ എന്താണ് നിങ്ങളുടെ എക്സ്പെർട്ടൈസ്? നിങ്ങൾക്ക് അനുഭവമില്ലാത്ത, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു കച്ചവടം ചെയ്യാതിരിക്കുക. അത് ആദ്യത്തെ അഡ്വൈസാണ്. സക്സസ് ആയിട്ടുള്ള ഒരു ബിസിനസ്സിലും അവരുടെ ഹെറിഡിറ്റിയെ, അവരുടെ പിൻതലമുറക്കാരെ നേരിട്ട് ആ കച്ചവടത്തിൻ്റെ ഒരു കീ പൊസിഷനിൽ കൊണ്ട് ഇരുത്തില്ല. അവർ ശരിക്കും അതിനെപ്പറ്റി പഠിപ്പിച്ച് അതിൽ എക്സ്പീരിയൻസ് ആക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർക്കൊരു കീ പൊസിഷൻ ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. അത് അനുഭവജ്ഞാനമുള്ള, അനുഭവ സമ്പത്തുള്ള ഏതൊരു കച്ചവടക്കാരും ചെയ്യുന്ന കാര്യമാണ്. അതിന് പിന്നിലെ കാര്യം നേരത്തെ പറഞ്ഞതാണ്. കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത, നിങ്ങൾക്ക് അനുഭവം പരിചയമില്ലാത്ത ഒരു കച്ചവടവും ചെയ്യാതിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെഗ്രിഗേറ്റ് ചെയ്യുക. സർവീസിലാണോ പ്രൊഡക്റ്റിലാണോ എന്നുള്ളത്. സർവീസിലാണെങ്കിൽ ഏത് സർവീസ് എന്ന് ആലോചിക്കുക, പ്രൊഡക്റ്റിലാണെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് എന്ന് ആലോചിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ശരിക്കും അത് മുൻകൂട്ടി കാണണം. എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്, ഞാൻ ചെയ്യാൻ പോകുന്ന കച്ചവടം അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ബിസിനസ് ഇന്നതാണ്, അതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ഇവരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കിയിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. അവിടെയാണ് ഒരു കച്ചവടത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്ന കച്ചവടം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്, ഞാൻ ഈ കച്ചവടം ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്? ഈ പ്രൊഡക്റ്റ് ഞാൻ ആർക്കാണ് ഞാൻ വിൽക്കേണ്ടത്? എൻ്റെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? സർവീസ് ആണെങ്കിൽ ഞാൻ ഇത് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ സർവീസ് ആവശ്യമുള്ള ആളുകൾ, അത് ഏത് സെഗ്മെന്റിലാവട്ടെ, അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ നമ്മുടെ കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്ന സാധനം. മൂന്നാമത്തത് ഒരു വിഷൻ ആൻഡ് മിഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് ഞാനൊരു കച്ചവടം സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാനൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തു, ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു. ഈ പ്രൊഡക്റ്റിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി വേണ്ടി എന്താണ്? ഈ ടാർഗറ്റ് ഓഡിയൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു, അവരിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിലേക്ക് നമുക്ക് കിടക്കാം. ഞങ്ങളുടെ പണിയാണ്. ലൗഡ് എയിംസ് ഇപ്പോൾ ഒരു 8 വർഷത്തോളമായി ഏകദേശം 400ഓളം ക്ലയൻസിന് ഈ സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. സോ അതിലേക്ക് ഞാൻ പിന്നീട് വരാം. നമ്മുടെ വിഷൻ ആൻഡ് മിഷൻ, അതായത് ഏത് ഒരു പ്ലാനിനും ഒരു ബാക്ക് എൻഡ് പ്ലാൻ ഉണ്ടാവണം, ഒരു എക്സിറ്റ് പ്ലാൻ ഉണ്ടാവണം. നമുക്ക് എന്ത് പെട്ടെന്ന് തുടങ്ങാം, പക്ഷെ അതിൽ നിന്ന് എങ്ങനെ നമ്മൾ വരുമാനം ഉണ്ടാക്കും, ഇതെങ്ങനെ സക്സസ് ആക്കി മാറ്റും, ഇതിനെങ്ങനെ ഒരു ബിൽഡ്, അതായത് കുറേ ആളുകൾ അറിയുന്ന ഒരു സ്ഥാപനമോ കുറേ ആളുകൾ അറിയുന്ന ഒരു പ്രൊഡക്റ്റോ ആക്കി എങ്ങനെ മാറ്റും എന്നുള്ളതാണ് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുമുള്ള കാര്യം ഒരു ബിസിനസ്സിൽ. സോ വിഷൻ ആൻഡ് മിഷൻ മൂന്നാമത്തത്, അവിടെയാണല്ലോ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ നാളെ എന്ത് എന്നുള്ളത് എപ്പോഴും ചിന്തയുണ്ടാവണം. ഒരു കച്ചവടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ക്യാപിറ്റൽ അല്ലേ. ഈ ക്യാപിറ്റൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ ഈ ബിസിനസ് എത്ര മാസം കൊണ്ടുപോകാൻ പറ്റും, അതിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു ബ്രേക്ക് ഈവൻ ലെവലിലേക്ക് എത്തണം. ഇതെല്ലാം ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നതിൻ്റെ മനസ്സിലുണ്ടാവണം. പല ആളുകളും, പ്രത്യേകിച്ച് NRIകൾ, ഞങ്ങൾക്കിവിടെ ഒരുപാട് കൺസൾട്ടിങ് ആളുകൾ വരാറുണ്ട്. NRIകൾ വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു NRI മാത്രമല്ല, നാട്ടിലുള്ള ആളുകളും പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പോകുന്ന ആളുകൾ, അവർക്ക് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. ഞാൻ ഈ 10 ലക്ഷവും ബിസിനസ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഒരിക്കലും ചെയ്യരുത്. അതിൻ്റെ കാരണം അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം.